ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് കുറച്ച് ലേറ്റായി, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പം നല്ല കാറ്റുണ്ട്, ഇവിടെ വീട്ടിലാണ്. നല്ല കാറ്റടിച്ചപ്പോൾ പുളി ഇരിപ്പുണ്ട്, പുളിമരം നിൽക്കുന്നുണ്ട്. അപ്പോൾ പുളി വീണോ നോക്കാൻ പോവാം. പുളിമരം കണ്ടോ, അതേണ്ട പുളി വീണ് കിടക്കുന്നു. വലിയ പുളിയാണ് കിട്ടുന്നത്, അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എത്രയും പുളിയേ കിട്ടിയുള്ളേ. നോക്കാം. പുളി കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നതേ, ഞങ്ങൾ കുഞ്ഞിലെ ഒരു സൂത്രം കാണിക്കായിരുന്നു, അത് കാണിച്ചു തരാവേ. എന്താണെന്ന് വെച്ചാൽ, പുളി എടുക്കുക, അതിൻ്റെ ഓട് അല്പം ഒന്ന് തലപ്പിലെ അറ്റത്തൊന്ന് പൊട്ടിച്ച് ഇളക്കിയിട്ട് പതിയെ ആ പുളി ഇങ്ങ് വലിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഓട് മാത്രമായിട്ട് കിട്ടും. കാണിച്ചു തരാവേ. അത് ഇളക്കിയെടുത്ത് പതുക്കെ അങ്ങ് വലിച്ചെടുക്കുക. ധൃതിയൊന്നും വെക്കല്ലേ, ധൃതി വെച്ചാൽ അതിൻ്റെ ഓടെല്ലാം പൊട്ടിപ്പോവും. ധൃതിയൊന്നും വെക്കാതെ പതുക്കെ അങ്ങ് അതിൻ്റെ ഓട് വലിച്ച് കിട്ടിയിട്ടുണ്ട്. അതേണ്ട കണ്ടോ, ഇതിനകത്ത് ഹോളല്ലേ വല്ലതും ഉണ്ടോ നോക്കാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ ഒരു തുള്ളി പോലും പോകുന്നില്ല. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ പുളിൻ്റെ കുരുവാണത്. നമുക്ക് ഇച്ചിരി ഒരു അരി എടുക്കാം. അരി എടുക്കാൻ പോവുകയാണെങ്കിൽ അരി അങ്ങനെ കാണുന്നില്ല. ഇതിൻ്റെ കുറച്ച് അരി ഇടുന്നുണ്ട്. അത് കഴുകണമായിരുന്നു. കഴുകാൻ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, ഇച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് പച്ച ഈർക്കിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി എന്താ ചെയ്യുന്നത് നോക്കിയാൽ, അടുപ്പിനകത്ത് നല്ല തീക്കനലുണ്ട്. അടുപ്പ് കത്തിച്ച തീക്കനലിനകത്തോട്ട് വെക്കുക. ഇപ്പോൾ ഒരു സൂത്രം കാണും. കണ്ടോ കണ്ടോ കണ്ടോ, ചോറ് തിളയ്ക്കുന്നത് കണ്ടോ, ചോറല്ല പായസം തിളയ്ക്കുന്നത് കണ്ടോ. തിളയൊക്കെ വന്നതേണ്ട തിളയ്ക്കുന്നുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അതിൻ്റെ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട്. നല്ലപോലെ ഇളക്കി അങ്ങ് കൊടുക്കുക. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാതിരുന്നാൽ അടുക്കി പിടിക്കുകയെ. അത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്, കാണുന്നുണ്ടോ. വെള്ളമൊക്കെ ഇച്ചിരി വറ്റി നമുക്കതൊന്ന് എടുക്കാം. എടുത്തതിൻ്റെ കുഞ്ഞി വാഴയില അതിൻ്റെ വെള്ളം വാർത്ത് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ ഓട് പൊട്ടിച്ചെടുക്കണം. ഓട് പൊട്ടിക്കാതെ നമുക്കതിനകത്ത് അരി എടുക്കാൻ, ചോറെടുക്കാൻ പറ്റത്തില്ലേ. അരി എടുത്ത് നല്ലതായിട്ട് കുക്കായിട്ടില്ല, പക്ഷെ എന്നാലും ഒരു പകുതി കുക്കൊക്കെ ആയിട്ടുണ്ട്.